ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ അടുക്കളപ്പണിയാണ്. ഇന്ന് രാവിലെ അടുക്കളപ്പണി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കർക്കിടക 1 അപ്പോൾ ഒന്നായിട്ട് എനിക്ക് രാവിലെ അമ്പലത്തിൽ പോകാനൊന്നും പറ്റിയില്ല. കാരണം രാവിലെ തന്നെ അരി അടുപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അരി ഇടന്ന് തിളയ്ക്കുകയാണ്. അതുപോലെ തന്നെ കുക്കർ, കടല അടുപ്പ് വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട്, രാവിലെ മീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് ഏതെങ്കിലും പച്ചക്കറി എടുത്തുനിന്ന് തോരൻ വയ്ക്കണം. അതായത് അമരയ്ക്കയാണോ ബീട്രൂട്ടാണോ എന്തെങ്കിലും എടുത്തുനിന്ന് തോരൻ വയ്ക്കണം. അപ്പോൾ അതിനുള്ള പച്ചക്കറി ഇവിടെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ മുളകും മല്ലിയൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുള്ളൊരു കടലക്കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലക്കറി. ഇനി ലാസ്റ്റ് വെച്ചിട്ട് കറി മല്ലിയിലൂടെ ഇട്ടാൽ. പിന്നെ കുഞ്ഞ് സ്കൂളിൽ കൊണ്ടുപോകണതും ചപ്പാത്തിയും കടലക്കറിയും. 3:30 വരെ ക്ലാസ്സുണ്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. ചായ, കുടിവെള്ളം, കുപ്പി, ലഞ്ച് ബോക്സ്, കറി വയ്ക്കും. അപ്പം ഞാൻ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചപ്പാത്തി എടുത്ത് വയ്ക്കുമെന്ന്. ചപ്പാത്തിയാണ് കൊണ്ടുപോകണം. കാരണം 3 ചപ്പാത്തി എടുത്ത് വെച്ചു. ഇനി നമുക്ക് കുറച്ച് കടലക്കറി വേണം. കഴിക്കട്ടെ, ആർക്കെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ. ഇത് കറിയൊക്കെ കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ കൊടുത്തെന്ന് വേണ്ട ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ അവർക്കും കൂടി ഇച്ചിരി കൊടുക്കാമല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ എപ്പം ഫുഡ് കൊടുത്തിരുന്നാലും ഈ ചോറിനെക്കാട്ടും കറി കൂടുതലായിട്ട് വയ്ക്കും. ചോറ് എല്ലാവരും കൊണ്ടുവരുമല്ലോ. അപ്പോൾ കറി ഇച്ചിരി കുറവുള്ള കുട്ടികൾ ആരെങ്കിലും കാണാം. അപ്പോൾ അവർക്കും കൂടെ കൊടുക്കാൻ കണക്കാക്കി ഞാൻ എപ്പോഴും ഫുഡ് കൊടുക്കുവേ. അപ്പോൾ രാവിലത്തെ ഇതാണ്. ഇനി അടുത്ത അടുക്കളയിലുള്ള പരിപാടി ഇനി അടുത്തുണ്ട്. മീൻ കറി അടുപ്പിലിരിക്കണേ. മീൻ അങ്ങനെ അടുപ്പിലിട്ട് തിളച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഇനിയിപ്പം കർക്കിടകമൊക്കെ പിറന്നില്ല. അപ്പം മീൻ കറിയൊക്കെ വയ്ക്കുമ്പോഴേ ഇച്ചിരി കുരുമുളകും കുടംപുളിയും കൂടെയൊക്കെ അരച്ച് കറി വയ്ക്കുന്നത് നല്ലതാണ്. ഇച്ചിരി ജീരകം, ഉലുവ. ഇപ്പോൾ കർക്കിടകത്തിൽ ഇതുപോലെയൊക്കെ വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. മീൻ കറിയിലൊക്കെ നല്ലതാണ്. നമുക്ക് വയറ്റിനൊക്കെ ഒരു അസുഖവും വരത്തില്ല. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അടച്ചു വയ്ക്കട്ടെ. നമ്മുടെ ഇവിടെ തന്നെ 1-ാം തീയതിയായിട്ട് എനിക്ക് കുറച്ച് പയറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതേ ചുവന്ന പയർ, നല്ല മരുന്നൊന്നും അടിക്കാത്ത നല്ല ഫ്രഷായിട്ടുള്ള പയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തേ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് വേറെ കറികളൊന്നുമില്ല. അപ്പം മീൻ കറിയും തോരനും നമ്മുടെ ജാമ്പയ്ക്ക അച്ചാർ, മാങ്ങ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മെയിനായിട്ട് ജാമ്പയ്ക്ക എന്ന് പറഞ്ഞു വന്നത് കാരണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇന്ന് ഉച്ചയ്ക്കുള്ളത്. അപ്പം ഞാൻ ഇനി വേറൊരു സാധനം കാണിച്ചു. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ വരണത് കാരണേ ഇപ്പം പുറത്തുനിന്ന് ജ്യൂസൊന്നും വാങ്ങിച്ച് കുടിക്കത്തില്ലല്ലോ നമ്മൾ. അപ്പം അകത്തുനിന്ന് ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് അടിച്ച് തന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ്, ബീട്രൂട്ട്, ഇഞ്ചി, പിന്നെ എന്തൊക്കെ ചേർത്ത്, തേനൊക്കെ ചേർത്ത്, നാരങ്ങ നീര്, ബീട്രൂട്ടും ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ട് അടിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ചിട്ട് അത് അരിച്ചതിന് ശേഷം നാരങ്ങ നീരും തേനും കൂടെ ചേർത്തുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഇത് ദിവസവും കുടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ നിറം വർദ്ധിപ്പിക്കാനും എന്തോ വിറ്റാമിൻ ABCD ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയണേ. എനിക്കതിനെപ്പറ്റി വലിയ പരിജ്ഞാനമൊന്നുമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് കുടിക്കുന്നുണ്ട്. ബ്ലഡ് ഇല്ലാത്തവർക്ക് ബ്ലഡിൻ്റെ ഇത് നികത്താൻ വേണ്ടിയിട്ടും ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ നല്ലതാണ് ബീട്രൂട്ട് ജ്യൂസ്. പക്ഷെ എനിക്ക് ഇത്രയേ തന്നുള്ളൂ, ക്വാണ്ടിറ്റി ഇത്രയേ ഉള്ളൂ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുടിക്കുന്നത്. പിന്നെ പുതിനയിലുണ്ടെങ്കിൽ അതും കൂടെ ഇടാം. പുതിനയില ഉണ്ട്, അത് പോയി പറിച്ചെടുത്തില്ല. അപ്പം എനിക്ക് പുതിന ഞാൻ വച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇലയുണ്ട്, അത് പറിക്കാൻ മറിച്ചിട്ട് അത് ഇട്ടിട്ടില്ല. ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായത് പിടിക്കാനായിട്ട്.
അപ്പോൾ അതേ ഉച്ചയ്ക്കുള്ള ചോറ് എടുത്തിട്ടുണ്ട്. ഇതേ വള്ളിപ്പയർ തോരൻ, അതായത് മറ്റേ ചുവപ്പ് പയറില്ലേ അതിൻ്റെ തോരൻ, ജാമ്പയ്ക്ക അച്ചാർ, പിന്നെ ഇതേ മീൻ കറി. അപ്പോൾ എനിക്ക് മീൻ കറി പ്രത്യേകം വേണം. എനിക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കണേ തന്നെ, പക്ഷേ എപ്പോഴും മീൻ കറി എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം എടുക്കത്തുള്ളൂ. പിന്നെ കുടിക്കാനായിട്ട് വെള്ളം. ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നു. നിങ്ങളെല്ലാവരും കഴിച്ചാൽ ചോറ്? ഇത് 1-ാം തീയതി ഞാൻ ചെന്ന് എൻ്റെ പയർ ഞാൻ തന്നെ പറിച്ചെടുത്ത് അതിൽ നിന്ന് കറിവേപ്പിലേക്ക് എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞാൻ വെളിയിൽ നിന്ന് പച്ചക്കറി എടുത്ത് തോരൻ വെച്ചില്ല, വീട്ടിൽ തന്നെ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പയർ തോരനൊക്കെ. പയർ തോരൻ, മെഴുക്ക് വരട്ടിയൊക്കെ. കൊള്ളാലാണോ? അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ വേറെ കൂടുതലായിട്ട് അങ്ങോട്ടൊന്നും പോകണില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ബൈ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചെറിയ ചൊടിക്കണേ.